ഹലോ! എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നാലമ്പല ദർശനം. അപ്പോൾ അതാ നമ്മൾ പോകുന്നത് ഒരു ട്രാവലറിലാണ്. നമ്മളുടെ നാട്ടിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള കുറച്ച് പേരൊക്കെ കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ 5ഓളം നാലമ്പലങ്ങൾ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൽ മലപ്പുറം ജില്ലയിലെ നാലമ്പലത്തിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിപ്പോൾ ഈ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ആയിട്ടുള്ള നാലമ്പലത്തിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ നാട്ടിക എന്നുള്ള സ്ഥലത്ത് ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി തൊഴുതിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അത് നാലമ്പലത്തിൽ പെടുന്നതല്ല കേട്ടോ. എന്താണ് ശരിക്കും ഈ നാലമ്പല ദർശനം എന്നറിയോ? ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ദർശനം നടത്തുന്നതിനാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ഈ 4 ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ ദുരിതങ്ങളും അതുപോലെ രോഗങ്ങളായിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ മാറാനും അതിൽ നിന്ന് രക്ഷ നേടാനാകുന്നൊക്കെയാണ് വിശ്വാസം. ഇതിൽ നമ്മൾ ആദ്യം പോവേണ്ടത് ശ്രീരാമ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യമേ എത്തിയിട്ടുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു 5 മണിക്കൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ ആ ഒരു ദിവസം കൊണ്ട് എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള, കേരളത്തിൽ നിന്ന് മൊത്തം പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭഗവാനെ തൊഴാൻ സാധിച്ചിട്ടുള്ളൂ. അത്രയും നല്ല തിരക്കുണ്ടായിട്ടുണ്ട്. അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് വൈബിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗുരുവായൂരൊക്കെ പോകുന്ന പോലെ തന്നെ നിറയെ ഷോപ്പുകൾ ഇങ്ങനെ 2 സൈഡിലുമായിട്ട് നിറയെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് ആ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളിലേക്ക് വരാം. അതെന്താണെന്ന് വെച്ചെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. അപ്പം ഇനി അവിടെ വഴിപാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോഴേ നമുക്കിങ്ങനെ കേൾക്കാം. വെടിവഴിപാടാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാട്. അതിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു, നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം കേട്ടോ. അതായത് ഈ കതിന വെടിവഴിപാട് ചെയ്യുന്നതിലൂടെ തടസ്സങ്ങളൊക്കെ മാറ്റാനാവുമെന്നാണ് അത്ര വിശ്വാസം. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഇങ്ങനെ മുന്നിൽ കൂടെ തന്നെ ഒരു പുഴ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അവിടുത്തെ മീനുകളെ ഊട്ടുക എന്ന് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ഒരു വഴിപാടായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളും എന്തായാലും ആ മീനൂട്ടും ഒക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല വലിയൊരു അമ്പലമാണ് കേട്ടോ. ശരിക്കും നമ്മളവിടെ കണ്ട് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഇവിടുന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളവരെ, അതും തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും ദൂരെ നിന്ന് നാലമ്പല ദർശനത്തിന് ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പോൾ എന്തായാലും കണ്ടു, സംസാരിച്ചു. വീഡിയോയിൽ അങ്ങനെ വരാൻ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് നമ്മൾ എന്തായാലും അത് വേണ്ടാന്ന് വെച്ചു. എന്നാലും നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്തായാലും അത് ഒരുപാട് സന്തോഷമായിരുന്നു അവിടെ വെച്ച് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നോക്കി വെച്ചിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓടി വന്ന് സാധനങ്ങളൊക്കെ നിറയെ വാങ്ങിച്ചു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് 2ാമത്തെ ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമ ദർശനം കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് ഭരത ദർശനമാണ്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനും ഒക്കെ ആയിട്ടുള്ള ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ക്യൂവിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നിന്നിട്ട് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇരുന്ന് അവിടെ സുഖമായിട്ട് തന്നെ ക്യൂവിൽ ഇരുന്നിട്ട് വരാം. ഒരുപാട് ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന വലിയൊരു അമ്പലമാണ് കേട്ടോ. ഇത് നിറയെ സ്ഥലമുള്ള ഒരു അമ്പലമാണ്. ഇവിടെയും മീനൂട്ട് നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഭഗവാനും പിതൃക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മീനൂട്ട് ഉള്ളത്. അപ്പോൾ കൂടൽമാണിക്യം ഭരതസ്വാമി സന്താനദായകനും രോഗശാന്തി പ്രദാനം ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിഷ്ഠ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്.
പലർക്കും പല ആഗ്രഹങ്ങളൊക്കെ കാണൂലേ, ആൺകുട്ടികൾ വേണം പെൺകുട്ടികൾ വേണം എന്നുള്ളൊക്കെ രീതിയിൽ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം വഴിപാടുകളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഉദര രോഗങ്ങൾക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വഴുതന നിവേദ്യം. ഞാനത് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എനിക്കത് ശരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നി. വഴുതന നിവേദ്യം നിറയെ വഴുതനങ്ങ അങ്ങനെ ചാക്ക് കെട്ടിലായിട്ട് അവിടെ അങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കത് നിവേദ്യമാക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ അവിടുന്ന് സാധിക്കും. ഏതാണ്ട് ഉച്ച സമയത്ത് ഇവിടെ എത്തിയ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഉച്ചയൂണ് എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അതായത് കഞ്ഞിയും പുഴുക്കും അച്ചാറും ഒക്കെ ആയിട്ടുള്ള നല്ല ഭക്ഷണമായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം നാലമ്പല ദർശനത്തിനേക്കാൾ വലിയ ശ്രമകരമായിരുന്നു ഇത്രയും ആൾക്കാരുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഭക്ഷണം കിട്ടണ്ടേ. അപ്പം അത് വലിയൊരു ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ വീഡിയോസ് ഇല്ല. എന്തായാലും അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു. അടുത്തത് നമ്മൾ പോകുന്നത് ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ്. നാലമ്പല ദർശനത്തിലെ ലക്ഷ്മണനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലത്തെ തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം. കേരളത്തിലെ തിരുപ്പതി എന്നൊരു പേരും കൂടി ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാണങ്ങളിൽ ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് ദ്വാപരയുഗം അവസാനിക്കുന്ന സമയത്ത് ദ്വാരക കടലിൽ മുങ്ങിപ്പോവാണ് അത്ര ഉണ്ടായത്. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളാണ്, അതായത് രാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും വിഗ്രഹങ്ങൾ, അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന ആ വിഗ്രഹങ്ങളും കടലിൽ മുങ്ങി പോവുകയുണ്ടായി. പിന്നീട് ഒരിക്കൽ എപ്പോഴോ മുക്കുവന്മാർ മീൻ പിടിക്കുന്ന സമയത്ത് അവർക്ക് ഈ വിഗ്രഹങ്ങൾ കിട്ടുകയും പിന്നെ അവരുടെ സ്വപ്നത്തിൽ ഇന്ന സ്ഥലങ്ങളിൽ ഈ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കണം എന്ന് അങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറയും. പിന്നെ ഈ 4 സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് ഇങ്ങനെയാണ് ഈ 4 അമ്പലങ്ങളിലെയും വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായത് എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ രാമായണം വായിച്ചിട്ടുള്ള ആൾക്കാർക്കും രാമായണം കഥ കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരോപകാരിയായിട്ടുള്ള ഒരാളാണല്ലേ. അദ്ദേഹത്തിന് ഭക്തന്മാരുടെ വിഷമങ്ങളോ ദുരിതങ്ങളോ ഒന്നും തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി നമുക്ക് സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് തരും എന്നൊക്കെയാണ് വിശ്വാസം. അങ്ങനെ അവിടെ തൊഴുത് പുറത്തിറങ്ങിയപ്പോഴേക്കും വൈകുന്നേരത്തെ ചായ കുടിക്കേണ്ട സമയമാണ്. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അതാ വീണ്ടും ഷോപ്പിംഗ്. എല്ലാ അമ്പലത്തിലും ഉണ്ടല്ലോ ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ കൊട്ടകളും പൂക്കുട്ടകളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം നമ്മൾ നാട്ടിൽ കിട്ടാത്ത അങ്ങനെ പല രീതിയിലുള്ള നല്ല അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും പൂക്കുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ഇത്രയും പേരാണ് കേട്ടോ നമ്മളുടെ യാത്രയിലുണ്ടായിരുന്നത്. 2 പേര് മിസ്സിംഗ് ആണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണ് ട്രാവലറിൽ പോയിട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തിരക്ക് തന്നെയാണ്. നമ്മൾ ഓരോ അമ്പലത്തിൽ എത്തുമ്പോഴും വിചാരിക്കും ദൈവമേ എത്ര നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ആ ഒരു മനസ്സിൽ തോന്നും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കത് ഫീൽ ചെയ്യില്ല. മണിക്കൂറുകൾ 1-2 ഞാൻ പറയില്ലേ നേരത്തെ പറഞ്ഞ പോലെ 1-2 മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കുന്നുണ്ടെങ്കിലും അത് വലിയൊരു നമുക്കൊരു ക്ഷീണമായിട്ടോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നാലമ്പല ദർശനത്തിലെ അവസാനത്തെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്താണ് കേട്ടോ നാലമ്പല ദർശനത്തിലെ അവസാന ക്ഷേത്രമായിട്ടുള്ള ശത്രുഘ്ന ക്ഷേത്രം. ഏകദേശം സന്ധ്യയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് സുദർശന പുഷ്പാഞ്ജലിയാണ്. അതായത് ശത്രുദോഷ ശാന്തിക്കും ശ്രേയസ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വഴിപാട് എന്നാണ് വിശ്വാസം. അങ്ങനെ നാലമ്പല ദർശനത്തിലെ അവസാനത്തെ അമ്പലത്തിലെ ദർശനവും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമയം രാത്രി 7 മണി. പിന്നെ പറയണ്ടല്ലോ, വീണ്ടും ഷോപ്പിംഗ്. എല്ലാ അമ്പലങ്ങൾക്കും ചുറ്റും നിറയെ ഇതുപോലെ കടകളുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ അത് വാങ്ങിക്കാതിരിക്കും. പിന്നെ എന്താ വെച്ചാൽ ഇപ്രാവശ്യം പോകുന്ന സമയത്ത് പാറും മൃദുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് അങ്ങനെയാണല്ലോ. അപ്പം എന്തായാലും എനിക്കും ഇഷ്ടമാണ്. അപ്പം ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കേരളത്തിലെ നാലമ്പലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തൃശ്ശൂർ ജില്ലയിലത്തെയും എറണാകുളം ജില്ലയിലുള്ള ഈ നാലമ്പലങ്ങൾ. അപ്പോൾ അവിടെ പോകണം എന്നുള്ളത് നല്ലൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ കർക്കിടക മാസത്തിൽ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനും ഇതൊക്കെ വഴിപാടുകളൊക്കെ കഴിക്കാനും സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ എന്തായാലും ഒന്ന് പോകാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മൾ നാലമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. സമയം രാത്രി 11 മണി. എന്തായാലും ഒരു ദിവസം നല്ല ഒരു യാത്രയായിരുന്നു.
ഇപ്പോഴാണ് ട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനിതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുള്ള സമയത്ത് പലരും ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു. എല്ലാവരോടും താങ്ക്സ്. കുറേ പേര് ഇത് എവിടുന്നാ എടുത്തത്, അതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഇല്ല, കാരണം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ആക്ച്വലി ഒരു സാരി എടുത്തിട്ട് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. അതായത് ഈ മോഡൽ വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതിയിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ വാങ്ങിച്ചതിൻ്റെ പകുതി സാധനങ്ങൾ പോലും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ മക്കളേനെ കാണിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറൊരു സന്തോഷമാണ് എനിക്കും. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാലമ്പല ദർശനത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പലർക്കും അത് ഹെൽപ്ഫുൾ ആവുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.